ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ലോഗോയാണ്. നമ്മുടെ ഷോപ്പുകൾക്കൊക്കെ ഇൻറ്റീരിയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലോഗോയാണ് നമ്മൾ ചെയ്യുന്നത്. LED ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ലോഗോ. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഒരു അക്രിലിക്കിൽ സ്കോർ ചെയ്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ലോഗോയ്ക്ക് വേണ്ട ഡിസൈൻ. അപ്പോൾ ഒരു ഗ്ലോറി മൊബൈൽസ് എന്നുള്ളൊരു ലോഗോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഷോപ്പിൻ്റെ ഇൻറ്റീരിയലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രാച്ച് ആകാതിരിക്കാനുള്ള പേപ്പറുകൾ നമ്മൾ ആദ്യം പൊളിച്ചുകളഞ്ഞതിന് ശേഷം അതിൻ്റെ ലെറ്ററുകൾ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ CO2 എന്ന് പറയുന്ന അക്രിലിക് കട്ടിങ് മെഷീനിലാണ്. പിന്നെ നമ്മൾ ക്ലോറോഫോം വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ക്ലോറോഫോം ഒരു സിറിഞ്ചിലേക്ക് എടുക്കുന്നു. സിറിഞ്ച് വെച്ചാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. സിറിഞ്ചിൽ ക്ലോറോഫോം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ ഗ്ലൂ ഉപയോഗിക്കാത്തത്. ഗ്ലൂ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ ഈ ക്ലിയർ അക്രിലിക്കിലേക്ക് ഒരു പുക പോലെ ഒരു സംഭവം പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ക്ലോറോഫോം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ക്ലോറോഫോമാണ്, മെഡിസിനല്ല. അത് ഒരു പ്രത്യേകമായിട്ട് നമുക്ക് ഇൻഡസ്ട്രിയലായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മൾ ലെറ്ററിൻ്റെ പുറകിലുള്ള പേപ്പറുകൾ നമ്മൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ക്ലോറോഫോം കൊണ്ട് ഇത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റൗണ്ട് ക്ലിയർ ഷീറ്റെല്ലാം നമ്മൾ പൊളിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട ഓരോ ലെറ്ററിലെയും പൊളിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒട്ടിക്കാൻ പോകണം. അപ്പോൾ സിറിഞ്ചിലാണ് നമ്മൾ ക്ലോറോഫോം എടുത്തിരിക്കുന്നത്. അത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ വെക്കുന്നു. ഓരോ ലെറ്ററിൻ്റെ മുകൾവശത്തും താഴ്വശത്തും നമ്മൾ ക്ലിയറായിട്ട് ക്ലോറോഫോം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, ഗ്ലൂ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുക പോലത്തെ ഒരു സംഭവം പിടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ക്ലോറോഫോം ഉപയോഗിക്കുന്നത്. ക്ലോറോഫോം ഉപയോഗിച്ചാൽ നമുക്ക് ലെറ്ററൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചെരിക്കണമെങ്കിലോ എന്തെങ്കിലും ഒന്ന് ചെറിയ മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിലും സാധിക്കും. ഗ്ലൂ ആണെങ്കിലും അത് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാരണമാണ് നമ്മൾ ഗ്ലൂ മാക്സിമം ഒഴിവാക്കുന്നത്. എന്നാൽ വലിയ ലെറ്ററുകളോ കാര്യങ്ങളൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലൂ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു ശകലം സമയം എടുത്ത് വിട്ടുള്ളൂ. ഒട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ അവിടെ ഇരുന്നോളും, ഒരു കാരണവശാലും ഇളകി പോകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ക്ലോറോഫോം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ലെറ്ററും നമ്മളിങ്ങനെ കൃത്യമായിട്ട് നോക്കി കറക്റ്റ് നമ്മൾ സ്കോർ ചെയ്തിരിക്കുന്നത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലത്തെ ലോഗോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഗോ ഉണ്ടാക്കി നിങ്ങളുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയറിൽ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഈ ഒരു ഷേപ്പിലല്ല, സ്ക്വയറിലായാലും ഏത് ഷേപ്പിലായാലും നിങ്ങളുടെ ലോഗോ ഏത് ഇതിലാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പല മോഡലുകളുണ്ട്. ആ മോഡലുകളും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ട് അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൻ്റെ റേറ്റ്, ഇതെത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ളതെല്ലാം വരും. ഇപ്പോൾ നിങ്ങളുടെ റൂമുകളിൽ അല്ല ഓഫീസുകളിൽ നമ്മളിങ്ങനെ ലോഗോ ചെയ്യാനുള്ളൊരു സ്പേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് തരികയാണെങ്കിൽ ആ അളവിൽ നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചെയ്തു തരും. കോട്ടയം ജില്ലയിലാണെങ്കിൽ ഞങ്ങൾ വന്ന് അളവെടുത്ത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഞങ്ങളുടെ ഓഫീസ് വരുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ വന്ന് അളവെടുക്കുന്നതായിരിക്കും. കോട്ടയം ജില്ലയിലാണെങ്കിൽ, കോട്ടയം ജില്ലയ്ക്ക് പുറത്താണെങ്കിൽ നിങ്ങളതിൻ്റെ അളവ് ഞങ്ങൾക്കൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കൊറിയർ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ലോഗോ ഒട്ടിക്കുന്നതിലേക്ക് പോവാം. ഇനി നമുക്ക് ലോഗോയാണ് ഒട്ടിക്കാനുള്ളത്. ലോഗോ വരുന്നത് 2 പീസായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലെറ്ററിൽ വരുന്ന പോലെ തന്നെ ഈ ലോഗോയിൽ നമ്മൾ ബ്ലാക്കിൻ്റെ ഒരു ഷീറ്റ് അടി കൊടുക്കുന്നുണ്ട്. അത് വരുന്നത് ലോഗോ ലെറ്ററുകളെല്ലാം ഒന്ന് അല്പം തള്ളി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഗോൾഡ് അതിന് മുകളിലേക്ക് ഒട്ടിച്ച് ചേർക്കുന്നു. നമ്മൾ ഗ്ലൂ വെച്ചാണ് ഒട്ടിക്കുന്നത്. കാരണം അവിടെ വലിപ്പമുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഗ്ലൂ കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലോറോഫോം ആയാലും കുഴപ്പമില്ല. പക്ഷേ നമുക്കിപ്പം ഗോൾഡ് ഒട്ടിക്കുമ്പം ക്ലോറോഫോം ഉപയോഗിക്കാതിരിക്കും നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെയായി. ഇനിയിപ്പോൾ നമുക്കൊരു റൗണ്ട് ഇതിൻ്റെ സൈഡ് വഴി ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിരിക്കും നമ്മൾ LED ചെയ്യുന്നത്. ഈ G ലെറ്ററിൻ്റെ പുറകിലും ഈ റൗണ്ടിൽ നമ്മൾ LED ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലൂ വെച്ച് അത് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിപ്പിക്കുന്നു. നമ്മൾ സ്പേസർ വെച്ചാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ലൈറ്റ് വരുമ്പോൾ 2 സൈഡിലും കാണാവുന്നതാണ്. ഇതുപോലെ ലൈറ്റ് വരും. നിങ്ങൾക്കിതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ.